എടി ഞാൻ വിനീതയുടെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് അറിഞ്ഞൂടാ. അവളുടെ അച്ഛൻ ഇന്ന് രാവിലെ തന്നെ അവളുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. നിന്നെ അവള് വിളിച്ചിരുന്നാ? എന്നെയോ? ഇല്ലല്ല, ഞാനിവിടെ കൈകൂട്ടി കളിക്ക് വന്നേക്കാണ്. അവളെന്നെ 2 ദിവസമായിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഇതേ പണിയാണെന്നതാണ് തോന്നണേടി. അവളുടെ പ്രേമ കേസ് ചിലപ്പോൾ വീട്ടിലറിഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും എന്നെ വിളിപ്പിക്കണത്. നിനക്കിത് കിട്ടണം. ഞാൻ അന്നേ പറഞ്ഞാണ് അവളുടെ കൂടെ നിൽക്കണ്ടെന്ന്. നീ തന്നെയല്ലേ അവളുടെ ചേച്ചിയുടെ പ്രേമക്കേസിലും കൂടെ നിന്നത്. മോളെ പറ്റിപ്പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? വല്ലവരും വന്ന് എന്നോട് വല്ല സങ്കടവും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവരെ സഹായിച്ചില്ലെങ്കിൽ വല്ലാത്ത മനസ്താപൂടി, അതുകൊണ്ട് പറ്റിപ്പോയതാ. എന്നിട്ട് എന്തായി? അതിനുശേഷം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുഖത്ത് മര്യാദക്ക് നോക്കാൻ നിനക്ക് പറ്റിയ? നാട്ടുകാരൊക്കെ പറയണത് നീയാണ് അവളുടെ കല്യാണം നടത്തി കൊടുത്തതെന്നാ. എടി അങ്ങനെയല്ലടി, അവൾ ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞെടി ഒന്ന് വന്നേടി രജിസ്റ്റർ ഓഫീസിലായിട്ട്. ഞാൻ വിചാരിച്ചു വല്ല സ്ഥലവും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വന്നായിരിക്കും, അപ്പോൾ ഒന്ന് ഒപ്പിടാൻ വിളിക്കണേന്ന് വിചാരിച്ചു. ഞാൻ ചെന്നപ്പോൾ എല്ലാം അറിയണത് രജിസ്റ്റർ മാരേജ് ആണെന്ന്. അപ്പം എനിക്ക് കൂട്ട് നിൽക്കേണ്ടി വന്ന്. ഏതോ കഷ്ടകാലം പിടിച്ച നേരത്താണ് അവളുടെ ക്ലാസ്സിൽ തന്നെ ചെന്ന് പഠിക്കാൻ തോന്നിയത്. കൂട്ടുമായി. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തുടങ്ങി ടീച്ചർമാർ ഞങ്ങൾ പിടിക്കാൻ തുടങ്ങി ഓരോ കാര്യം. അവരെന്ത് കുരുത്തക്കേട് ചെയ്താലും എന്നെയും പൊക്കും. കൂട്ടുകാരിയായി പോയില്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൾമാർ ഇരട്ടകളല്ല പരട്ടകളാണെന്ന്. അപ്പം നിനക്കെന്നെ കണ്ടുകൂടാണ്ടായി. ഇത്രക്കും മാറണാവൂന്ന് ഞാൻ വിചാരിച്ചില്ലടി. എൻ്റെ മനസ്സ് പറയണേ നിനക്ക് ഇതല്ല ഇതിലും വലിയത് കിട്ടാൻ പോകണ്ടെന്ന്. വന്നെ എടി എന്നാ ശരി, നീ വെച്ചോ. ഞാൻ ഇവിടെ പ്രാക്ടീസിന് വന്നേക്കണേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടാ. ശരി എന്നാ നീ വെച്ചോ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ഇനി എന്താണ് ഉണ്ടാവണം പോണെന്നാവോ. വരുന്നുണ്ടല്ലോ നിന്റെ കൂട്ടുകാരി. എന്താണ് ഒരു കൃത്യനിഷ്ഠ ഇല്ല? 2 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ 3 മണിയാവാറായല്ല. അതെ, ഞാൻ 2 മണിക്ക് മുന്നേ ഇറങ്ങിയതാണ്. എൻ്റെ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പം ഞാനത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ബസ്സിനാണ് വന്നത്. അതാണ് ലേറ്റ് ആയത് അച്ഛാ. എന്താണ് വരാൻ പറഞ്ഞത്? അതൊക്കെ പറയാം, ഇരിക്കി. അല്ല കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല ഇരുന്ന് സംസാരിക്ക. ചെലപ്പോ ഞാനേ ചോദിക്കണ കാര്യം കേട്ട് തല ഇറങ്ങി വീണാല. അപ്പൊ എന്തോ കാര്യമുണ്ട്. ഓ എന്താടി അത്? അപ്പൊ കൂട്ടുകാരിക്ക് വിനീതയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. ഇത്രയും നല്ല കുട്ടി ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. ആഹാ, എന്റെ മോള് വിനീതനെ പറ്റി തന്നെയാണ് ഈ പറഞ്ഞത്. അതെ അച്ഛാ. അച്ഛൻ അതിലെന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ പറയണ പോലെ കേട്ടാ. എന്തെങ്കിലും കാര്യം ഞങ്ങളോട് പറയാണ്ട് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാ? അയ്യോ അങ്ങനൊന്നുമില്ല അച്ഛാ. എന്നാലും എന്തുകൊണ്ടല്ല മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നണുണ്ടല്ല. ജന്മനാ എന്റെ മുഖത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തോ മനസ്സിലുള്ളത് പോലെ ഇങ്ങനെ മുഖം കാണിക്കും. അപ്പോ ഒന്നുമില്ലെന്നാണ് അപ്പൊ പറയണത് അല്ലേ? എന്റെ അറിവില് അങ്ങനെ ഒന്നുമില്ല അച്ഛാ. പിന്നെ ഞാൻ അറിയാണ്ട് ഇവള് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ചേട്ടാ. ഇവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണ് ഇവള്. ഇവളറിയാണ്ട് ഒന്നും നടക്കൂല. ഇത് വെറുതെ ചുമ്മാ പറയാണെന്ന്. അമ്മ, അത് വിബിധയുടെ കേസ് വന്നപ്പോ തന്നെ എൻ്റെ വീട്ടിലത് വലിയ പ്രശ്നമായി. അന്നേ ഞാൻ ഇവരായിട്ടുള്ളൊരു കൂട്ട് അങ്ങോട്ട് വിട്ടതായിരുന്നേ. അവളുടെ കേസ് ഞാനിവിടെ പറയണില്ല. നീ ഇവളും കൂടി ഒപ്പിച്ച പണിയാന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാം. എൻ്റെ അമ്മേ, ആ കേസിൽ ഞാൻ സത്യമായിട്ട് നിരപരാധിയാണ്. അത് കഴിഞ്ഞ് അത് വിട്ടേക്ക്. ഇപ്പൊ ഈ കാര്യം പറ. ഏത് കാര്യം? ഏതാ? ഇവളുടെ കാര്യം. കൂട്ടുകാരി, ഇപ്പൊ നീ ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. അയ്യോ അത് വേണ്ടച്ചാ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ടെററാണ്. ഞാൻ പറയാം. ഈശ്വര, എന്താന്നോ പറയാൻ പോണത്. അച്ഛാ, ഞാൻ ഇവളോട് 1000 വട്ടം പറഞ്ഞാണ് നമുക്കത് വേണ്ട വേണ്ട ശരിയാവൂലെന്ന്. എന്നിട്ടും എന്നോട് പോലും പറയാണ്ടാണ് ഇവള് അവനെ പ്രേമിച്ചത്.
പണിപ്പാളി പ്രേമമാ ആമ്മേ 2-3 മാസമായി തുടങ്ങിയിട്ട്. ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പൊ തന്നെ ഞാൻ ഇവളോട് പറഞ്ഞു വേണ്ട വേണ്ട നമുക്കത് വേണ്ടാന്ന്. കാരണം എനിക്കറിയാല്ല വിവിധ ഒളിച്ചോടി പോയി രജിസ്റ്റർ ചെയ്തപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഇവിടെ ഉണ്ടായതിനേക്കാൾ ഇരട്ടി പ്രശ്നമായിരുന്നു എൻ്റെ വീട്ടില്. ഞാൻ ഒളിച്ചോടി പോയാലാണ് അവരെന്നെ നോക്കിയിരുന്നു 2-3 ദിവസമായി. പിന്നെ കോളേജിലും തലയുയർത്തി നടക്കാൻ പറ്റണ്ടായിരുന്നില്ല ഈ പ്രശ്നം കാരണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവളോട് പറഞ്ഞാണ് ആ ചെക്കൻ്റെ ഒപ്പം കറങ്ങാൻ പോണ്ടടി എന്ന്. എന്നിട്ട് അവള് പോയിന്ന്. പിന്നെ ഒരു ഭാഗ്യമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവനെ അവള് രജിസ്റ്റർ ചെയ്യാൻ പോണില്ല. അതിന് കാരണം എന്താന്ന് അമ്മ ചോദിക്കി. എന്താണ്? അങ്ങനെ ചോദിക്കി. രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാനുള്ള 250 രൂപ അവൻ്റെ കയ്യിൽ ഉണ്ടാവൂല. അത് തന്നെ കാരണം. അയ്യോ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ജനിച്ചവളാടി. പിന്നെ കഴിഞ്ഞ ആഴ്ച സപ്ലി എക്സാം എഴുതാൻ പോയപ്പോ അവൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ അവളോട് ആവുന്നവൻ പറഞ്ഞു പാടി ബസ് വന്ന് പോവാന്ന്. അവൾ കയറിയില്ല. ഞാൻ പക്ഷെ ആ ബസ്സിൽ കയറി എൻ്റെ വീട്ടിൽ പോയി. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. എടി നീ എന്ന് വൈകിയത് അപ്പൊ ബസ് കിട്ടാനിട്ടല്ല അല്ലേ, അവനെ കാണാൻ നിന്നിട്ടാണല്ലേ. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് യുവർ ഓണർ. അയ്യോ സോറി, പെട്ടെന്ന് ഞാൻ കോടതിയിലാന്ന് വിചാരിച്ചു. ഇവളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന പ്രിയ 1 ഞാനാണ്, പ്രിയ 2 അതവനാണ്. ഇതിലും ഭേദം നിനക്ക് കഴുത്തിരിച്ച് കൊല്ലായിരുന്നില്ലടി. ഓഹോ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ്. അല്ലാണ്ട് പരീക്ഷക്ക് തോറ്റ കാര്യം മാത്രല്ല അല്ലേ? പിന്നല്ലാതെ. നന്നായി, തോറ്റ കാര്യം ഇവളെ വിളിച്ച് ചോദിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തായി, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റിയില്ലേ? തോറ്റായിരിയോ? ഇവളെ പരീക്ഷക്ക് തോറ്റുന്ന ടീച്ചർ രാവിലെ എന്നെ വിളിച്ചിരുന്നു. അത് എന്തൊക്കെ ചോദിച്ചിട്ട് ഇവള് പറയണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മോളെ ഇങ്ങോട്ട് വിളിച്ചത്. അതിന്റെ കാര്യം ചോദിക്കാൻ. ഇപ്പൊ അതിലും വലിയ കാര്യമായി. അയ്യോ, അത് ചോദിക്കാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. സോറി അച്ഛാ, ഞാൻ അറിയാതെ എന്തൊക്കെയൊക്കെ ഇങ്ങനെ എനിക്ക് ഇടയ്ക്ക് പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞു അറിയാണ്ട്, അതൊക്കെ വെറുതെ പറഞ്ഞാട്ടാ. അതെനിക്ക് അപ്പഴേ തോന്നി. എന്നാ മോള് പോവാൻ നോക്ക്. ഇവക്കെ ഒരു മരുന്ന് കൊടുക്കാൻ ടൈമായി. എന്നാ ഞാൻ പോട്ടെ വിനീത്, നാളെ കാണാം. ജീവനുണ്ടെങ്കിൽ പരീക്ഷ തോറ്റ കാര്യം ചോദിക്കാനായിരുന്നു വിളിച്ചത്. ഞാൻ എന്തൊക്കെയാണ് അവിടെ ഒന്ന് പറഞ്ഞത്? എന്ത് തമ്പുരാനെയാ, അവളെന്ന് കൊല്ലോ. ഇനി അധികം നേരം ഇവിടെ നിക്കണ്ട.